ഹലോ സ്റ്റുഡൻസ്, ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മോഡ്യൂൾ 1-ലെ ഫസ്റ്റ് ടോപ്പിക്കാണ് യൂണിറ്റ്സ്, ഡൈമെൻഷൻസ് ആൻഡ് എറേഴ്സ്. ഇന്ന് ഞാൻ ഈ മോഡ്യൂളിൻ്റെ വീഡിയോസാണ് നമ്മളിവിടെ ഇടാൻ പോകുന്നത്. ഇതിലേതിലൊരു വീഡിയോയിൽ ഏതിലൊരു സ്ലൈഡ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. നമ്മളിത് ഇനിയൊരു ക്ലാസ്സിലൊരു ഫ്രീ ഒരു ദിവസം കിട്ടുമ്പോൾ നമുക്കിത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ യൂണിറ്റ്സിനെ കുറിച്ചും ഡൈമെൻഷൻസിനെ കുറിച്ചും പിന്നെ എറേഴ്സിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. യൂണിറ്റ്സൊക്കെ നമ്മൾ ഒരുമാതിരി സ്പീഡ് ഓഫ് വെലോസിറ്റി ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് യൂണിറ്റ്സൊക്കെ പറഞ്ഞു തന്നു. അതുപോലെ ഇലക്ട്രിസിറ്റി എടുത്തപ്പോൾ നമ്മൾ കുറേ എണ്ണത്തിൻ്റെ യൂണിറ്റ്സ് പറഞ്ഞു. എന്തിനാണ് നമുക്ക് യൂണിറ്റ്സ്, എന്തിനാണ് ഡൈമെൻഷൻ എഴുതുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് മെഷർമെൻറ്റ്. നമുക്കറിയാം, നമ്മളെപ്പോഴും ഓരോ മാസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പ്രിംഗ് ബാലൻസ് അല്ലെങ്കിൽ മെഷർ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ പക്ഷേ ലിക്വിഡ് ആണെങ്കിലോ സോളിഡ് കേസസൊക്കെ നമ്മൾ ഓരോ മാസിനനുസരിച്ച്, പക്ഷേ ഈ മാസ് വെച്ച് നമുക്ക് അരി മെഷർ ചെയ്യാൻ പറ്റില്ല. അരിക്ക് നമ്മൾ വേറൊരു രീതിയിലാണ് നമ്മൾ കടയിൽ പോകുമ്പോഴൊക്കെ കാണാൻ പറ്റും. അതുപോലെ വോളിയം, ഇൻ ദ കേസ് ഓഫ് വോളിയത്തിലാണെങ്കിൽ നമ്മൾ വേറൊരു തിങ് വെച്ചിട്ടാണ് വോളിയം നമ്മൾ, കാരണം ലിറ്റേഴ്സിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യാറ്. അതുപോലെ നമ്മൾ ഒരാളുടെ ലെങ്ത്ത് മെഷർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ടേപ്പ് എടുത്ത് അളക്കും. നമ്മുടെ ഹൈറ്റ് ആണെങ്കിൽ കൂടി നമ്മൾ ടേപ്പ് എടുത്ത് അളക്കും. അതുപോലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ ഇതുപോലെ ടേപ്പ് എടുക്കാൻ പറ്റുമോ? അങ്ങനെ ഓരോ തിങ് മെഷർ ചെയ്യാൻ വേണ്ടി ഓരോ ഡിവൈസ് അല്ലെങ്കിൽ ഓരോ മെത്തേഡ്സാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്തിനാണ് ഫിസിക്സിൽ നമുക്ക് ഈ മെഷർമെൻറ്റ്സിൻ്റെ ആവശ്യം? നമുക്കറിയാം, ഫിസിക്സ് പഠിക്കുമ്പോൾ അത് ഓരോ എക്സ്പെരിമെൻറ്റ്സ് വഴിയാണ് നമ്മൾ ഫിസിക്സ് പഠിക്കുന്നത്. ഈ ഓരോ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യണമെങ്കിൽ ഓരോ രീതിയിലാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഇപ്പോൾ ലിക്വിഡിൻ്റെ രീതിയിൽ മെഷർ ചെയ്യാനാണെങ്കിൽ വേറൊരു ഇൻസ്ട്രുമെൻറ്റ്, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണെങ്കിൽ നമ്മൾ വേറൊരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യും, ലെങ്ത്ത് മെഷർ ചെയ്യാനാണെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്യും. അതാ പറയുന്നത്, എക്സ്പെരിമെൻറ്റ് റിക്വേഴ്സ് മെഷർമെൻറ്റ്സ് ആൻഡ് വി മെഷർ സെവറൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ലെങ്ത്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, പ്രഷർ. ടൈം മെഷർ ചെയ്യാനാണെങ്കിൽ നമ്മൾ സ്പീഡ് വാച്ച് യൂസ് ചെയ്യും, മാസ് മെഷർ ചെയ്യാനാണെങ്കിൽ സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്യും, ലെങ്ത്ത് മെഷർ ചെയ്യാനാണെങ്കിൽ സ്കെയിൽ. അങ്ങനെ പല രീതിയിൽ ഓരോ എക്സ്പെരിമെൻറ്റ്സിൽ ഓരോ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്തിട്ട് നമ്മൾ കരുതുന്നത് ഈവൺ ഓംസ് ലോ V=IR ആണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ഇലക്ട്രോണിക്സ് ചെയ്തിട്ട് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട് ആണെന്ന് അറിയണം. അതിനുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്യാനും ആ തിയറിയൊക്കെ കറക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് പേരെന്താ? വോൾട്ട്മീറ്റർ. കറണ്ട് മെഷർ ചെയ്യുന്നത് അമ്മീറ്റർ. അങ്ങനെ ഓരോ രീതിയിൽ കറസ്പോണ്ടിങ് നമ്മൾ മെഷർ ചെയ്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും എന്ന് പറഞ്ഞ് നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ടില്ലേ? ലൈക്ക് നമ്മൾ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓംസ് ലോ എടുത്തപ്പോൾ VI ഗ്രാഫ് അതെപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, കാരണം കറസ്പോണ്ടിങ് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കണ്ടോ, ഇവിടെ ഇപ്പോൾ 2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കും. വോൾട്ടേജ് കണ്ടോ ഇങ്ങനെ കൂടും. അപ്പോൾ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട്. അപ്പോൾ വോൾട്ടേജ് മെഷർ ചെയ്യാൻ കറണ്ട്. അപ്പോൾ ഈ തിയറി നമ്മൾ കറക്റ്റ് V=IR ആണെന്ന തിയറി നമ്മൾ ഓംസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോ കറക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വോൾട്ടേജ് സെപ്പറേറ്റ് മെഷർ ചെയ്യണം, കറണ്ട് മെഷർ ചെയ്ത് ഗ്രാഫ് വരച്ച് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമ്പോൾ ഈ തിയറി ആയിട്ട് ഓക്കെ ആവുള്ളൂ. ഇതൊക്കെ ചെയ്യാനാണ് നമ്മൾ ആക്ച്വലി മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ബൈ എ നമ്പർ. ഇപ്പം നമ്മളൊരു മാസ്, ഒരു പേഴ്സൺ ഇത്ര മാസ് ഉണ്ടെന്ന് പറയുന്നത് അതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അത് മെഷർ ചെയ്യുമ്പോൾ അതൊരു നമ്പറിലാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ തനിക്ക് എത്ര വെയിറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും അതൊരു നമ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യും. അതിന് യൂണിറ്റ് നമുക്ക് പിന്നെ പറയാം, എന്നാലും നമ്മളൊരു നമ്പറിലാണ് റെപ്രസെൻറ്റ് ചെയ്യണം. മാസ് ഓഫ് എ പേഴ്സൺ നമ്മളെപ്പോഴും 65 നമ്പറാണ്. ലെങ്ത് ഓഫ് ദ ടേബിൾ അതൊരു നമ്പറാണ് 3 മീറ്റർ. ഏരിയ ഓഫ് ദ ഹോൾ അതും നമ്മൾ നമ്പറിലാണ് റെപ്രസെൻറ്റ് 100. ടെമ്പറേച്ചർ അത് ഈവൻ ഡിഗ്രി സെൽഷ്യസ് എങ്ങനെ വേണേ അതും നമ്മൾ ഒരു നമ്പറിലാണ്. അപ്പോൾ എ ഫിസിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ബൈ എ നമ്പർ ഈസ് കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഏതൊരു പ്രോപ്പർട്ടീനെ നമ്മൾ മെഷർ ചെയ്തിട്ട് അതിനെ നമ്മൾ പറയും, മെഷർ ചെയ്യും. നമ്മളിപ്പോൾ ഒരു ടേബിളിൻ്റെ ലെങ്ത്ത് അറിയണമെങ്കിൽ എന്ത് ചെയ്യും,
ടേബിളിൽ നമ്മൾ സ്കെയിൽ വെച്ച് ആദ്യം മെഷർ ചെയ്തിട്ട് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണത് എങ്ങനെയാണ്, ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു നമ്പറായിട്ടാണ്. 3 മീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ അങ്ങനെ. ചെയറാണെങ്കിൽ അങ്ങനെ നോക്കുക. അപ്പോൾ എന്ത് സാധനമാണെങ്കിലും നമ്മളത് മെഷർ ചെയ്തിട്ട് നമ്പറിൽ ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്നതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് 2 ടൈപ്പ് ഉണ്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് 2 രീതിയിൽ പറയാം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇനി എന്താണ് ഇതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പ്രത്യേകത, അത് വേറൊരു the physical quantities which do not depend on any other physical quantities. വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല അവർ മെഷർ ചെയ്യാൻ. ഇപ്പോൾ നമുക്കറിയാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാസ്, അവരൊക്കെയാണ് ഫിസിക്കൽ. അവർ വേറെ ആരുമായിട്ട് ഡിപ്പെൻഡിങ് ഇല്ല. ഈവൻ മാസ്, ടേബിള് അല്ലെങ്കിൽ ഒരു എണ്ണത്തിൻ്റെ വെയിറ്റ് അറിയാം, മാസ്, അത് വേറെ ആരിലുമായിട്ട് വേറെ മാസ് നമ്മൾ വേറെ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യില്ല, മാസ്സായിട്ടാണ്. ടൈം, ലെങ്ത്, ടെമ്പറേച്ചർ, അതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസാണ്. നിങ്ങൾക്ക് ഈ ഡിഫറൻസ് ഞാൻ ഡിറൈവ്ഡ് പറയുമ്പോൾ മനസ്സിലാവും. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ 1 or more ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. കാരണം ഏരിയ നമുക്ക് എങ്ങനെ പറയാം, ഏരിയ ഓഫ് ദ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്ക് ലെങ്ത് ഇൻറ്റു ലെങ്ത് കണ്ടോ, അത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സ്പീഡ് നമുക്ക് എങ്ങനെ പറയാം, വെലോസിറ്റി ഇൻറ്റു സ്പീഡ് നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് തന്നെയാണ്, ടൈം എന്ന് പറഞ്ഞാൽ ടൈം തന്നെ കണ്ടോ, അത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസാണ്. അത് വേറെ ആരുമായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. വോളിയം നമുക്ക് അതുപോലെ അല്ലേ, വോളിയം എന്താ, ലെങ്ത്തിൻ്റെ അല്ലെങ്കിൽ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ്, അപ്പോൾ ലെങ്ത്ത് തന്നെയാണ്. ഫോഴ്സ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ നമുക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം, വെലോസിറ്റി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അപ്പോൾ എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. എപ്പോഴും മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, അത് വേറെ ഒന്നിന്, അത് നമുക്ക് വേറെ രീതിയിലൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏരിയ, വോളിയം, സ്പീഡ്, ഫോഴ്സ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആയ ഇവരെയൊക്കെ നമുക്ക് വേറെ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യും. ഏരിയനെ നമുക്ക് എന്തായിട്ട് ചെയ്താൽ ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി നമുക്ക് യൂണിറ്റ്സിനെ കുറിച്ചാണ് ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത്രയും ഒന്ന് നോക്കുക.